എനിക്ക് തോന്നുന്നതല്ല കേട്ടോ. എനിക്ക് പഴയ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്ക് പഴയ ചാച്ചാ, ഇവിടെ ഇരിക്കുന്ന ആരും കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കഥ ലൈഫിൽ ഉണ്ടെങ്കിൽ ഇല്ല. എനിക്ക് കഥ പിള്ളേരുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം എനർജിയാണ്, എസ്പെഷ്യലി ഈ ഒരു വെച്ച് കാറ്റഗറിയിലുള്ള പിള്ളേർ. എന്താണ് പറയാനുള്ളത്? കയ്യിലെ നെയിൽ പോളിഷ് ഒക്കെ പോയോ? വന്നിട്ടുണ്ടായിരുന്നു. നന്നായി വരയ്ക്കും. ആണല്ലേ? ഞങ്ങളെയൊക്കെ വരയ്ക്കും. പീക്കോക്ക് അടിപൊളി. ഷോ മീ വെരി സെറ്റ്. ഓക്കെ, വിൽ കം ടു ദ ഹോം. ലെറ്റ്സ് ഹാവ് എ പാർട്ടി ഹിയർ. കാലിഫോർണിയ നാളെ വരാം. വെൽക്കം. അതുവരെ കെട്ടിപ്പിടിച്ച് രാത്രി ഇവിടെ വിടത്തില്ലായിരുന്നു കല്യാണം കഴിയുന്നതിന്. ഞാൻ ഓർത്ത് കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോ ഭയങ്കര ഇതൊക്കെ ആയിട്ട് മാത്രല്ല ഇപ്പൊ ഇവിടെ വരുമ്പോ പല സാധനങ്ങളോടും പുച്ഛമാണ്. കാലിഫോർണിയ. അല്ല, ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായതുകൊണ്ട് ഒരു അത്ഭുതമായിരുന്നേ. പിന്നെ അത്ഭുതം ഇല്ലാതായി. അത്ഭുതമായിരുന്നു. പിന്നെ ഏതെങ്കിലും അമ്മമാര് പറയുന്നുണ്ട് നിങ്ങൾ കഴിക്കും മക്കളെ, അല്ലെങ്കിൽ ഇന്ന കഴിക്കെന്ന് പറയും. കഴിക്കട്ടെ. അതൊരു ഡിഫറെന്റ്. കഴിച്ച് എന്നെ പോലെ ആവാനോ വേണ്ട. ഒരുപാട് കരോൾക്കാർ വരുമായിരുന്നു വീട്ടില്. ഒരുപാട് പേര് വരും. അതില് കുറെ എണ്ണമൊക്കെ ചുമ്മാ തല്ലിപ്പൊളി പാട്ടും പാടി പോവും. പൈസ മേടിക്കാൻ വേണ്ടി വരും. തല്ലിപ്പൊളി പാട്ടിന്റെ കൂടെ ഉള്ള ഞാൻ കാരണം പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കരോളിൽ പോകും. ഇതാണ് ചാച്ച മൈക്ക് കണ്ടം വഴി ഓടി. എന്റെ കരോൾ പോയി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ജിഞ്ചർ മീഡിയയുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ സാധാരണ നമ്മളൊരു ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പം മാക്സിമം ഒരു 2 പേര് 3 പേര് 4 പേരൊക്കെയാണ്. ഇതൊരു ഫാമിലി തന്നെ ഞങ്ങളുടെ കൂടെ ഇന്ന് ഇവിടെ ഉണ്ട്. അവരുടെ വീട്ടിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ആൻഡ് വി ആർ എക്സ്ട്രീംലി ഹാപ്പി. അപ്പോൾ എക്സ്മസിന് എല്ലാ ഏജ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷേ എല്ലാവരും ഒരേ വൈബാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ടോപ്പ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ഇവിടെ സാൻഡ്ര തോമസ് ആൻഡ് ദ ഹോൾ ഫാമിലി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഒന്ന് കൈയടിക്കാം. ഹലോ, മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. മക്കളെ സെറ്റല്ലേ? എല്ലാവരും ഒന്ന് കൈയടിക്കാവോ? ഓക്കെ, പറയൂ. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ, കാരണം ഞങ്ങൾ ഇതിന് കഴിഞ്ഞ ക്രിസ്മസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 3 പേര് 4 പേര് മാക്സിമം, അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മിസ്സിംഗ് ആയ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽസൺ ബ്രോയാണ്. കറക്റ്റ് ഇന്ന് പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പിന്നോടിയായിട്ട് ചാടിയതാണോ ഡാഡി? എന്ത് പറയുന്നു? സംശയമുണ്ട്, എനിക്ക് ഇല്ലാതില്ല. പക്ഷെ ഏതായാലും അവിടെ ഒരു വേറെ പോയതാണ്. പെട്ടെന്നൊരു അത്യാവശ്യം വന്നുകൊണ്ട് പോകേണ്ടി വന്നു. ലാസ്റ്റ് ടൈം US-ലായിരുന്നു ക്രിസ്മസ്. ആ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഇന്റർവ്യൂ തന്നിട്ടല്ലേ പോയെ. അത്ര ഡെഡിക്കേഷൻ ഉണ്ട്. നിങ്ങൾ പൊളിക്കെന്ന് പറഞ്ഞാ പോയെ. അതെ. അപ്പൊ സാൻഡ്ര പറയൂ, അപ്പൊ ഈ ക്രിസ്മസ് സ്പെഷ്യൽ. ഈ ക്രിസ്മസ് അല്ല, ഞങ്ങൾ എല്ലാ ക്രിസ്മസിനും എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവാറുണ്ട്. ലാസ്റ്റ് ടൈമും ലൊക്കേഷൻ മാറും എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം US-ലായിരുന്നു, ഈ പ്രാവശ്യം ഇവിടെയാണ്. അല്ലെങ്കിൽ ഇവരെല്ലാ വർഷവും ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വന്നൊക്കെ എന്തായാലും ക്രിസ്മസിന് എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവാറുണ്ട്. എങ്ങനെയൊക്കെയോ സംഭവിക്കുന്നതാണ്, അല്ലാതെ ക്രിസ്മസിന് വേണ്ടി ഒരുമിക്കുന്നതല്ല സത്യത്തിൽ. സംഭവം ഒരുമിച്ചാകും അല്ലേ? സംഭവം അതെ. ഓ, അപ്പൊ നമുക്കിന്ന് ഞങ്ങൾ വന്നപ്പോഴേ ഏറ്റവും കൂടുതൽ കമ്പനിയായി ഞാനും ഡാഡിയാണ്. അതെ അതെ, കൗണ്ടേഴ്സിന്റെ എല്ലാരും ആണല്ലോ പിന്നെ അല്ലേ. ഞങ്ങളിവിടെ വന്നപ്പോ തന്നെ ആദ്യം തന്നെ ഒരു മണിക്കൂർ ഞങ്ങൾക്ക് ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു പിള്ളേരെല്ലാരുമായിട്ട്. അതും വളരെ അടിപൊളിയായിരുന്നു എപ്പോഴും. കാരണം ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങളെ ഈ പിള്ളേരുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം എനർജിയാണ്, എസ്പെഷ്യലി ഈ ഒരു വെച്ച് കാറ്റഗറിയിലുള്ള പിള്ളേർ. എന്താണ് പറയാനുള്ളത്? കയ്യിലെ നെയിൽ പോളിഷ് ഒക്കെ പോയോ? വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒരു സൂപ്പർ നാച്ചുറൽ ഫാമിലി എന്ന് പറയുന്നത്. അതെ, അതെന്താന്ന് വെച്ചാ നമ്മള് ഇപ്പം പലപ്പോഴും അറിയാലോ, പിള്ളേരെന്ന് പറയുമ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് മെന്റലാവും.
അവരുടെ ഹൈപ്പർ എനർജി, അവരുടെ അത്ര എനർജി നമുക്കില്ല. അപ്പൊ അതിനെ എങ്ങനെ അവരെ എങ്ങനെ എൻഗേജ്ഡ് ആക്കി ഇരുത്താം, ഈ എനർജി എങ്ങനെ യൂസ്ഫുൾ ആക്കാം. അതിന്റെ ഇടയിൽ എല്ലാവർക്കും ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഒന്നിലെ ഫോൺ കൊടുക്കുക അല്ലെ TV കൊടുക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഇല്ലാതെ ഇവരെ എങ്ങനെ എൻഗേജ്ഡ് ആക്കാം. അപ്പം കുറച്ച് കുസൃതി കൂടും. അപ്പൊ ആ കുസൃതി ഉണ്ട്. അപ്പൊ ഒരുപാട് നമ്മള് അവരെ റെസ്ട്രിക്ട് ചെയ്യാറൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒത്തിരി റെസ്ട്രിക്ട് ചെയ്യാറില്ല. കുറെയൊക്കെ അങ്ങ് കളിച്ചോട്ടെ, കുറെയൊക്കെ അങ്ങ് അഴുക്കാക്കിക്കോട്ടെ അല്ലെ ഇതാക്കിക്കോട്ടെ എന്നൊക്കെ അങ്ങ് വിചാരിക്കും. അതൊക്കെയാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവര് അടുത്തൊരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ചതാണ്. മനസ്സിലായി? ഓരോരോ കുറച്ച് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് പെട്ടെന്ന് ഓരോ സാധനങ്ങള് ബോറടിക്കും. പെട്ടെന്ന് ബോറടിക്കും. കാര്യം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു സാധനത്തെ വെച്ചോണ്ടിരിക്കും, അതേലിങ്ങനെ പണിതുകൊണ്ടിരിക്കും. അതുകൊണ്ടിരിക്കും, അതേ പണിതുകൊണ്ടിരിക്കും. ഇവര് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ഇവർക്ക് അറിയാവുന്നുണ്ട്. ഇവര് ആ സാധനം ഉപയോഗിക്കും, കഴിഞ്ഞു, അതിന്റെ എക്സൈറ്റ്മെന്റ് കഴിഞ്ഞു. അപ്പൊ അടുത്ത പരിപാടിയിലേക്ക് പോകും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പിള്ളേർ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നത് ഈ വര പരിപാടികളിലാണ്. അപ്പൊ അവർക്ക് എനിക്ക് തോന്നുന്നതല്ല കേട്ടോ, എനിക്ക് പഴയ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. ഞങ്ങളുടെ പഴയ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലെ കുറെ കുസൃതി കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിങ്ങനെ പൊടുപ്പും തേങ്ങലും ഒക്കെ വെച്ച് കൊടുത്തു ഹീറോ എല്ലാത്തിലും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവർക്ക് പിള്ളേർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഓരോന്നൊക്കെ. അത് കേൾക്കാൻ ഭയങ്കര ഇനി അടുത്ത് ഇനി എങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അതെങ്ങനെ എല്ലാരും ഇച്ചിച്ചി അയ്യെന്ന് പറയുന്ന സാധനങ്ങളായിരിക്കും പപ്പയുടെ കഥകളും മൊത്തം. തന്നെത്താൻ ഓരോന്നും നന്നായി വരയ്ക്കും. ഞങ്ങളെയൊക്കെ വരയ്ക്കും. അടിപൊളി. ഷോ മീ. വെർ ഈസ് ഇറ്റ്? ഓക്കേ, വിൽ കം ടു ദ ഹോം. ലെറ്റ്സ് ഹാവ് പാർട്ടി ഹിയർ. കാലിഫോർണിയ. നാളെ വരാം. പിന്നെ അത് മാത്രമല്ല, നമ്മള് പേഴ്സണൽ ലൈഫിലുണ്ടാകുന്ന ഫൺ പരിപാടികളൊക്കെ ഇപ്പൊ പലവരും യൂട്യൂബ് ചാനൽ എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഞാൻ നോട്ട് ചെയ്ത കാര്യമാണ് സൂപ്പർ നാച്ചുറൽ ഫാമിലി. അപ്പൊ അവിടെ നിങ്ങളുടെ ഫൺ അല്ലെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അവിടെ ഡാൻസ് പ്രാക്ടീസ് അല്ലെങ്കിൽ നിങ്ങൾ അല്ലെ സ്വിമ്മിംഗ് പൂളിൽ പോകുന്നു, ഫൺ, അതിന്റെ ഒരു അല്ലെങ്കിൽ ഓക്കെ ഫൈൻ വിൽ സ്റ്റാർട്ട് ദാറ്റ് എന്നുള്ളൊരു പരിപാടി ആരുടെ മൈൻഡിൽ? അവളുടെ ഐഡിയ. ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. അതെന്റെ സിസ്റ്റർ ആണ്, യങ്ങർ സിസ്റ്റർ സ്നേഹ. ഞങ്ങള് എന്താ പറയുന്ന സ്കൂള് കോളേജ് എല്ലാം ഒരുമിച്ചായിരുന്നു. അവസാനം കമ്പനി തുടങ്ങിയപ്പോ അവിടെ ഒരുമിച്ചായിരുന്നു. അവള് കല്യാണം കഴിഞ്ഞ് പോയപ്പോ മാത്രമാണ് ഞങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയത്. അതെ. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഇവള് പോയിട്ട് തിരിച്ചപ്പോ അധികം താമസിക്കാതെ വരുമെന്നാ പറയുന്നത്. ഇല്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് ഭയങ്കര കൂളായിട്ടാ പറയുന്നത്. അതുവരെ കെട്ടിപ്പിടിച്ച് രാത്രി ഇവിടെ വിടത്തില്ലായിരുന്നു കല്യാണം കഴിയുന്നതിന്. ഞാൻ ഓർത്ത് കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോ ഭയങ്കര മാത്രമല്ല ഇപ്പൊ ഇവിടെ വരുമ്പോ പല സാധനങ്ങളോടും പുച്ഛമാണ്. അതാണോ പറയൂ. നമ്മുടെ ഇവിടുത്തെ റോഡ്സിനെ പറ്റി എന്താണ്? അയ്യോ, അതാണ് ഇന്നൊരു ഊബർ വിളിച്ചിട്ട് എന്താ പൊന്നോ, അത് അവര് വരും, വിളിക്കും. എന്ത് പറഞ്ഞാലും ഊബറിനെ പറയരുത്. അല്ല, അവര് വഴി തെറ്റും, അത് ക്യാൻസൽ ആവും. അങ്ങനെ 3 പ്രാവശ്യം വിളിച്ചിട്ട് ഒരു സ്ഥലത്തെത്തിയത്. റോഡ്സ് കുഴപ്പമില്ല. അല്ല, അത് ഞാനിവിടെ അത് പറയാൻ പറ്റുന്നില്ല. കാലിഫോർണിയയിലെ റോഡ്സ് അതിനേക്കാൾ ഭീകരമാണ്. അങ്ങനെയല്ല, ഞാനിവിടെ ഞാനുണ്ടായിരുന്നാണല്ലോ ഇവിടെ. ഹലോ. പറയൂ. രാജാണ്, സ്നേഹാസ് ഹസ്ബൻഡ്. എന്ത് പറയാൻ, രാജിന് അങ്ങനെ ശരിക്കും മലയാളം അറിയത്തില്ല. രാജ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കൊൽക്കത്ത ആണ്. ഇപ്പൊ യുഎസിലാണ്. പിന്നെ സ്നേഹ മലയാള സിനിമ കാണിച്ചു കൊടുത്ത് ഇപ്പൊ മലയാള സിനിമയാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ കണ്ടില്ലേ, രാജിന് ഇഷ്ടം. മലയാളം മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേരളത്തിലെ ഫുഡൊക്കെ കപ്പ മീൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കേരളത്തിലെ ഫുഡ് അമേരിക്കൻ ഫുഡൊക്കെ ഭയങ്കര ബ്ലാൻഡ് അല്ലേ. നമ്മുടെ ഈ കപ്പ, മീൻ, ബീഫ് ഫ്രൈ അതൊക്കെയാണ് ഞങ്ങൾ പാർട്ടി സ്ഥിരം വെക്കാറുണ്ട് വീട്ടില്. പറയുന്നു ചാച്ച കുഞ്ഞമ്മയുടെ ബേബി ഷവറിന് പറഞ്ഞ ഡയലോഗ് പറയാൻ. അതായത്
എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ ആ നമ്മുടെ ടോവിനോടെ ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഭയങ്കര കൈയടിയായിരുന്നു. ടോവിനോക്ക് കിട്ടിയിട്ടില്ല അത്ര കൈയടി. ഒന്ന് പറയൂ. മനസ്സിലായി. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണ്? അതർ ദാൻ ദ ഫുഡ്. ചാച്ച. ഏതായാലും ചാച്ച ചാച്ചാന്ന് ആണല്ലേ? പറഞ്ഞു രാജ്. എല്ലാവരുടെ ഫേവറേറ്റ് ആണ് ചാച്ചൻ. അതിന്റെ ഒരു 2 റീസൺസ് ഒന്ന് പറയൂ. നമ്മുടെ ചാച്ച വരുമ്പല്ലേ ഇപ്പോഴും കാലിഫോർണിയയിൽ ഫ്രണ്ട് സർക്കിൾ എല്ലാ ദിവസവും എന്നെ വിളിച്ചു ചോദിച്ചു ചാച്ച എപ്പോഴാണ് തിരിച്ചു വരുന്നത്. അതൊരു എനർജിയാണ്. ചാച്ച ഒരു എനർജിയാണ്. അതാണ് നമ്മുടെ നമ്മുടെ ലൈഫ് ഓഫ് ദ പാർട്ടി എന്ന് പറയുന്ന ഒരു പുള്ളിയാണ് ചാച്ച. ആ ഒരു മൊമെന്റ് ആണ്. കയ്യിനെ മൈക്ക് പറിച്ചെടുക്കും പാർട്ടിയില്ല. ലൈഫ് ഓഫ് ദ പാർട്ടി പവർ പാക്ക് ആണ്. ആന്റി പറയൂ, എന്താണ് പറയാനുള്ളത്? അല്ല ചാച്ച, ഇവിടെ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ വെച്ചിരിക്കുന്ന പോലെ തന്നെ അവിടെയും വെച്ചിട്ടുണ്ട്. ഓഹോ, അവിടെ ഇപ്പൊ എല്ലാം കാലിഫോർണിയയിൽ കഴിക്കാൻ ചെന്നാലും ഇതെല്ലാം ചെയ്യും. എല്ലാം ചെയ്തു. അതുകൊണ്ട് തന്നെ പപ്പ മാർച്ചില് പോയത്. അപ്പോഴേക്കും അവിടെ ഫ്രൂട്ട്സ് ഫുള്ളായി. ഇപ്പൊ ഞങ്ങൾ പോരുമ്പോ അപ്പടി ഫ്രൂട്ട്സ് ആയിരുന്നു ഞങ്ങളുടെ ഒന്നുമില്ലായിരുന്നു. ഇതാണ് ചാച്ച, മൈക്ക് കണ്ടം വഴി ഓടി. പപ്പയുടെ ഒരു കാര്യം, അമ്മ ഞങ്ങൾക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞ അമ്മ പറയുന്ന ആനോട്ട കഴിച്ചു. എടാ, അതായത് കുഞ്ഞ് വിശക്കുമ്പം എനിക്ക് ഫുഡ് വേണം അമ്മ എന്ന് പറയുമ്പോ അമ്മ പറയുന്നോട് ആനോട്ട കഴിച്ചോളാം. അല്ല Seriously? അല്ല എനിക്കൊരു ഏതെങ്കിലും അമ്മമാര് പറയുന്നുണ്ട് നിങ്ങൾ കഴിക്കും മക്കളെ, അല്ലെങ്കിൽ ഇന്ന കഴിക്കെന്ന് പറയും. കഴിക്കട്ടെ. അതൊരു ഡിഫറൻസ്. കഴിച്ച് എന്നെ പോലെ ആവാനോ? വേണ്ട വേണ്ട, അവസാനം ആവശ്യത്തിന് കഴിച്ചാൽ മതി. ആവശ്യമില്ലാതെ കഴിക്കേണ്ട ആവശ്യമില്ല. വിശക്കുന്നുണ്ടേ കഴിക്കുക. ആവശ്യമില്ലാതെ അതും ഇതും കാണുമ്പോ പാരി വലിച്ച് തിന്നേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാനൊക്കെ കിടന്ന് ബുദ്ധിമുട്ടുവാ വണ്ണം കുറയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെറ്റബോളിസം പോയി, എല്ലാം പോയി. പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്താൽ എത്ര പട്ടിണി കിടന്നാലും വണ്ണം കുറയത്തില്ല. ഇപ്പോഴേ അത് നോക്കിപ്പോയാ ഞാൻ ഷുഗർ കഴിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഇച്ചിരി സ്ട്രിക്റ്റാ. ശരി, അത് മാത്രം. ഇതിന്റെ കാര്യത്തിൽ മാത്രം. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അങ്ങനെയൊന്നും കൊടുക്കില്ല. ഇതുവരെ കഴിച്ചില്ലല്ലോ. ഇന്ന് മാത്രോ? ഇന്ന് ഇവരുടെ സ്കൂളില് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് എന്നോട് ചോദിച്ചു ഇച്ചിരി സ്വീറ്റ് കഴിച്ചോട്ടെ. 2 times ice cream. Oh my god. You have to control that. 2 times ice cream, 2 times cake. അതാണ്. 1 time cake and 1 time ice cream. One time ice cream, one ഒരു time പ്രാവശ്യം cake. കഴിക്കുന്നത് അത് മതി. 1 time cake and 2 lemon Juices. ലെമൺ ടീ. Lemon tea. Lemon tea is fine. Lemon tea is actually good for health. 2 times ice It's tea, right? 2 times scoops of ice cream. That is bad. ഇന്നൊരു അനുവാദം കിട്ടിയതാണ്. ഞാനൊരു സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ മാത്രം. അല്ലാതെ കഴിക്കാൻ വിടുന്നു, അതിലൊന്നും ഒരു കാട്ടി വേണം, കാട്ടി പോയി കഴിച്ചോ, അങ്ങനത്തെ വൈബാ. ഞാൻ അതൊക്കെ അധികം പുറകെ നടക്കില്ല. പട്ടി കടിക്കണമെങ്കിൽ പട്ടി പട്ടിനെ ഓഹോ. Tell me. 2 times ice cream. No cakes. Cheers for that. Only ice cream. Okay. ഇവിടെ വന്നിട്ട് how's Kerala treating you? Is it good? How's Kerala? You like? You like Kerala? Say? ഏതാ ഏറ്റവും ഇഷ്ടം? What do you What do you like like most here? അച്ചച്ചാ. Chacha, Chacha, Mama. No, she loves Mama. ആണോ? മമ്മ കുഞ്ഞാണോ? മാമ കുഞ്ഞ്. ആണോ? മാമ കുഞ്ഞാ. നിങ്ങൾ ഭയങ്കര കമ്പനിയാണോ? ആണോ? സ്റ്റോറി ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങളെ ആദ്യത്തെ കൊച്ചാളല്ലേ, ആദ്യത്തെ കൺമണി. ആദ്യത്തെ കൺമണി. എനിക്കിപ്പോഴും അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവരെല്ലാം പിന്നെ ആയപ്പോ എല്ലാരും പിന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന്റെ ഒരു പ്രത്യേകത, ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാളും കൂടിയായി ഇയാളെ ചോദിക്കാൻ വരുമായിരുന്നു. 11 months അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എല്ലാരും ക്രിസ്മസിനുണ്ടെങ്കിലും ഇയാൾ വന്നിട്ടില്ലായിരുന്നു. ഡിസംബർ 30 ഉണ്ടായത്. ഡിസംബർ 30 ഫസ്റ്റ് ഇയർ ആഘോഷിക്കാൻ അതല്ല, ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായതുകൊണ്ട് ഒരു അത്ഭുതമായിരുന്നു. പിന്നെ അത്ഭുതം ഇല്ലാതായി. അല്ല, ആദ്യം കൊണ്ടായത് അവളെ അത്ഭുതമായിരുന്നു. അത്ഭുതമായിരുന്നു. പിന്നെ വെറുതെ അല്ല, നിങ്ങൾ എല്ലാവരും ഭയങ്കര ഫൺ വൈബിൽ അണ്ടർസ്റ്റുഡ്. വേറെ സോഴ്സ് എവിടുന്നാണ്? ഇപ്പൊ ഏജ് പല ഡിഫറെന്റ് ഏജ് ഉള്ളവരുണ്ട്. ഇപ്പൊ ഈ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതികൾ പല രീതിയിലായിരിക്കുമല്ലോ. ഇപ്പൊ ഒരു 20 years മുമ്പ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത പോലെ അല്ല ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു 30 years മുമ്പ് സെലിബ്രേറ്റ് ചെയ്താലും ഇപ്പം, അല്ലെങ്കിൽ 10 years മുമ്പ് സെലിബ്രേറ്റ് ചെയ്ത്. അപ്പോൾ ഓരോ ഇപ്പൊ എല്ലാവരും നോക്കുമ്പോൾ ആ ടൈമിൽ ഒരു ക്രിസ്മസ് ഇതും തമ്മിൽ ഡിഫറൻസ് നോക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ആൻറ്റി എടുക്കാൻ തുടങ്ങാം. ഞങ്ങളുടെ സമയത്ത് എനിക്കിഷ്ടം
ഒരുപാട് കരോൾക്കാർ വരുമായിരുന്നു വീട്ടില്. ക്രിസ്മസ് കരോളുകാർ. ഒരുപാട് പേര് വരും. അതില് കുറെ എണ്ണമൊക്കെ ചുമ്മാ തല്ലിപ്പൊളി പാട്ടും പാടിപ്പോവും, പൈസ മേടിക്കാൻ വേണ്ടി വരും. പിന്നെ പള്ളിയിൽ നിന്ന് വരുന്നതും വേറെ 1-2 ഒക്കെ നല്ല അടിപൊളിയായിട്ട് വരും. പിന്നെ രാത്രിക്ക് എല്ലാം കൂട്ടുകാരെല്ലാരും കൂടി പള്ളിയിലേക്ക് പോവുക. അതാണ് ഏറ്റവും നല്ലത്. പള്ളിയിലെ തല്ലിപ്പൊളി പാട്ടിന്റെ കൂടെ ഉള്ള ഞാൻ കാരണം പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കരോളിൽ പോകും. പെട്രോമാക്സ് വാടകയ്ക്ക് എടുത്ത്. ഓഹോ, മറ്റേ ഇതൊക്കെ വെച്ച് ഭയങ്കര പാട്ടൊക്കെ പാടി, കിട്ടുന്ന പാട്ടൊക്കെ തെറ്റുമൊക്കെ ചെയ്യും. അടിപൊളി പാട്ടൊക്കെ പാടി. ഞങ്ങൾ അങ്ങനെ രാത്രി പള്ളി പോക്കൊന്നുമില്ല. നേരത്തെ ആ സമയത്തൊക്കെ പോകും. രസമായിരുന്നു. പിന്നെ നാട് കുറച്ചുകൂടെ നാട് പരമായി കണക്റ്റഡ് ആയിട്ടുള്ള. നിങ്ങൾ ലവ് മാരേജ് അല്ലായിരുന്നു? നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു? അല്ല. മറ്റേ തല്ലിപ്പൊളി ഗ്യാങ്ങിന്റെ കൂടെ ഉള്ളത്. അല്ല, തല്ലിപ്പൊളി ഗ്യാങ്ങിന്റെ കൂടെ ഇവരുടെ അടുത്ത് പോയിട്ടില്ല. അടുപ്പിക്കില്ലായിരുന്നു. ഞങ്ങള് കുട്ടനാടന്റെ വീട്ടിലടുപ്പിക്കില്ലായിരുന്നു. അടിപൊളി. അതൊക്കെയായിരുന്നു ഓർമ്മകൾ അല്ലേ? സ്കൂളിലാണ് അങ്കിളിനാണെങ്കിലോ? ഞാനിങ്ങനെ ക്രിസ്മസിനൊക്കെ ഇങ്ങനെ പെട്രോമാക്സ് ഞങ്ങൾ കുറെ കമ്പനികളുണ്ടായിരുന്നു, അവരുമായിട്ട് ഇങ്ങനെ ഇതൊക്കെ പോവും. അതേ ഉള്ളൂ. അല്ലാതെ പിന്നെ അതിനോട് പിന്നെ അടിച്ചു പൊളിക്കുക, കാപ്പി കുടിക്കുക, ചായ കുടിക്കുക, ചായ കാശിന്, അത്രേ ഉള്ളൂ. അല്ലാതെ അതൊരു പ്രത്യേക ഒരു വൈബായിരുന്നു. നമ്മുടെയൊക്കെ ലൈഫിൽ അപ്പ് ഡൗൺസ് ഒക്കെ വരും. അപ്പം സാൻഡ്ര തോമസ് എന്നുള്ള വ്യക്തിക്ക് ഇപ്പോൾ ഫാമിലി തന്നെ ഒരുപാട് പേരുണ്ടെങ്കിലും ചിലരുമായിട്ടൊരു അറ്റാച്ച്മെന്റ് കൂടുതലാവാം. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു സർട്ടൻ കസിൻ്റെ അടുത്തായിരിക്കാം. എല്ലാവർക്കും അങ്ങനെ ഒരു ഫേവറേറ്റ് കസിൻ കാണാം, അല്ലെങ്കിൽ ഫേവറേറ്റ് അങ്കിൾ കാണാം. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ സാൻഡ്ര ലൈഫിലാണെങ്കിലും ഇപ്പോൾ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആരുടെ അടുത്താവും പോയി പറയും? സിസ്റ്റർ അടുത്താണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടോ? എല്ലാവരുടെ അടുത്തും പറയും. അതാണ് നടക്കുന്നത്. എല്ലായിടത്തും ഷെയർ ചെയ്ത് എല്ലാവർക്കും അതിന്റെ വീതം കൊടുക്കും. ആ വീതം കൊടുത്തു കഴിയുമ്പോൾ അവള് ഹാപ്പി കൂളായിട്ട് നമ്മൾ എന്ത് ചെയ്യാതെ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല, നമ്മളാണ് ടെൻഷൻ അടിക്കുക. അല്ല, ഞാനത് ഷെയർ ചെയ്ത് കഴിയുമ്പോ ഞാൻ ഫ്രീ ആയി. ഞാനിത് മനസ്സിൽ വെച്ച് അല്ലെ ആരും ഒരാളോട് മാത്രം പറഞ്ഞാലും അവരുടെ മാത്രം ഒരു ഇൻപുട്ട് അല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഇതെന്താ വെച്ചാൽ പലരോട് പറയുമ്പോൾ അവരുടെ ഒക്കെ റിയാക്ഷൻസ് കിട്ടും. 1000 ആശ്വാസവാക്കുകൾ കിട്ടുമ്പോൾ ഉള്ള പ്രശ്നം മറക്കുന്ന ആളാണ് താങ്കൾ. ശരിയാണോ? അതല്ല, സാന്ദ്ര വലിയ കാര്യമായിട്ട് ഞങ്ങളെ വിളിക്കും. ചിലപ്പോ രാവിലെയൊക്കെ വിളിച്ചിട്ട് കുറെ കാര്യമൊക്കെ പറയും. എന്നിട്ട് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ അടുത്ത ചിന്തിക്കുക, അടുത്ത അതിന്റെ ബാക്കി എന്താ ചെയ്യേണ്ടത്, അതിന്റെ എന്താ ചെയ്യേണ്ടത്, അതാ എന്താണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പല കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു കൂട്ടും. കുറെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ സാന്ദ്ര നീ എന്നെ എടുക്കുക. അപ്പൊ ഞാനൊരു സിനിമ കൊണ്ടോണ്ടിരിക്കുക തിയേറ്ററിലാണ്. ഞാനതൊക്കെ വിട്ടിട്ടുണ്ടാവും. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഒറ്റ ഇതേ ഉള്ളൂ. ഭയങ്കര എന്തെങ്കിലും ഭയങ്കര വിഷമം വന്നാൽ എനിക്ക് അപ്പൊ പപ്പയും മമ്മിയും കാണണമെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വയ്യായി എന്തെങ്കിലും അസുഖം വന്നാലും അപ്പൊ എനിക്ക് പപ്പയും മമ്മിയും കാണണമെന്ന് തോന്നുന്നു. അങ്ങനെ അല്ല, ഈ പ്രൊഫഷണലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോ അങ്ങനെ അതിലൊന്നും എനിക്ക് അവരെ ഒന്നും അത് ആ പ്രശ്നമെല്ലാം കഴിഞ്ഞതിന് ശേഷമൊക്കെ പറയത്തുള്ളൂ. അല്ലെ ഇന്നുണ്ടായി അല്ലെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് വയ്യായി വരുമ്പോ എനിക്ക് പപ്പയും അമ്മയും കാണണമെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് കുറെ എല്ലാ ഇങ്ങനെ വരുന്നതുകൊണ്ട് അല്ലാത്ത ആൾക്കാരും സാൻഡ്രനെ വിളിക്കുമല്ലോ ആശ്വസിപ്പിക്കാനൊക്കെ. അതിൽ ഹാപ്പിയാണോ, അതോ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം തന്നെ ആശ്വസിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയാണോ? അല്ല, ഞാൻ എല്ലാവരുടെയും മെസ്സേജ് എനിക്ക് മറ്റേ ഇഷ്യൂ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒരു ഇഷ്യൂ വന്നില്ലേ, ആ സമയത്ത് എനിക്ക് മെസ്സേജ്, ഞാൻ എല്ലാ മെസ്സേജും നോക്കും. പക്ഷെ ഇതെനിക്കൊരു 20-25 ദിവസം കൊണ്ടാണ് ഞാൻ ഫുള്ള് റിക്വസ്റ്റ് മുഴുവൻ എടുത്ത് നോക്കി കഴിഞ്ഞത്. കാര്യം അത്രയും ദിവസം എടുത്തു. ഞാനിന്ന് അത്രയും ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. ഞങ്ങൾ കൂടെയുണ്ട് അതാന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള മെസ്സേജുകൾ ഒരുപാട് വന്നു. അപ്പൊ ഞാൻ എല്ലാ മെസ്സേജും കാണും, എല്ലാത്തിനും ലൈക്ക് അടിക്കും. അപ്പൊ പലരും എന്നോട് ചോദിക്കും, ഇത് ശരിക്കും സാൻഡ്ര തോമസ് തന്നെയാണോ അല്ലെങ്കിൽ മാനേജർ ആണോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ച് 916 തിരിച്ചയക്കും. കാര്യം എല്ലാവർക്കും ഡൗട്ടാവും ഞാൻ തന്നെയാണോ ഈ തിരിച്ച് റിപ്ലൈ ചെയ്യുന്ന. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും ഞാൻ തിരിച്ച് റിപ്ലൈ ആയി. അത് ഹാപ്പി എന്ന് മാത്രം. ഇതിനകത്ത് നല്ലത് പറയുന്ന മാത്രമല്ല കേട്ടോ, മോശം പറയുന്നവരുണ്ട്. അത് പറഞ്ഞത് ശരിയായില്ല, അത് ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ അല്ലായിരുന്നു നിങ്ങൾ ബിഹേവ് ചെയ്യണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ്. നമുക്ക് ഇപ്പൊ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ നമ്മളോട് നല്ലത് അതെ, അത് ഞാൻ ആ ക്രിറ്റിസിസം കൂടെ എനിക്ക് കേൾക്കാൻ വേണ്ടി തന്നെ നമ്മൾ അറിയണമല്ലോ, നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കണ്ടേ. അപ്പൊ അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ നല്ലത് പറയുന്നവരും ഉണ്ടാവും, ചീത്ത പറയുന്നുണ്ടാവും. ചീത്തയല്ല,
ജെനുവിൻ പറയുന്നതുണ്ട്. അതാണ് കൂടുതലും. അതല്ലാതെ നമ്മളെ മോശക്കാരിയാക. ഇപ്പൊ ഞാൻ മമ്മൂക്കയുടെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഒരുപാട് ഫാൻസ് ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. പക്ഷെ ഫാൻസ് അറിയാലോ, തിരിച്ചു അവര് ഭയങ്കര വയലന്റ് ആയിട്ടാണ് മെസ്സേജ് അയക്കുക. പക്ഷെ ഞാൻ അവരോട് തിരിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോ അവർ എന്നോട് വളരെ നന്നായിട്ടാണ് ബിഹേവ് ചെയ്തത്. അപ്പൊ എന്തും നമ്മൾ തിരിച്ച് അവരോട് എങ്ങനെ നമ്മൾ തിരിച്ച് നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞില്ല, അപ്പൊ ഞാൻ നിങ്ങളെ ചീത്ത പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന്റെ അപ്പുറത്തെ വിളിക്കും. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സമയം ഞാൻ അവര് പറയുന്ന അവരുടെ വികാരവും ഞാൻ മനസ്സിലാക്കണമല്ലോ. അത് ഞാൻ എല്ലാവർക്കും റിപ്ലൈ അയക്കാറുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവരോടെല്ലാം പല കഥകളൊക്കെ പിള്ളേരോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെ ഇവരോടും ഒക്കെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരും കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കഥ ലൈഫിൽ ഉണ്ടെങ്കിൽ ഇല്ല. എന്റെ കഥകൾ മുഴുവൻ ഇവര് കേട്ട് അല്ലാത്തതും കേട്ടിട്ടുണ്ട്, ഇല്ലാത്തവരെ കേട്ടിട്ടുണ്ട്, എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് ഇനിയിപ്പോ കുറച്ച് കൂടുതൽ എക്സാജുലേറ്റ് ചെയ്ത് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ എക്സാജുലേറ്റ് ചെയ്തൊരു കഥ ഏതായിരിക്കാം? അങ്ങനെയല്ല, ഒരുപാട് കഥ. എല്ലാ കഥയിലും പപ്പയുടെ കഥകളിലെല്ലാം നമ്മൾ ഈ ചിച്ചി അയ്യേ എന്നൊക്കെ വെക്കുന്ന സാധനങ്ങൾ ഉണ്ടാവില്ലോ, ആ സാധനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും കേൾക്കാൻ. പിള്ളേർക്കാണെങ്കിലും ഇപ്പൊ ഞങ്ങള് ആണെങ്കിലും കൊച്ചിലെ ഇപ്പൊ ഞാൻ ഫ്രൈഡേ എന്ന് പറഞ്ഞ സിനിമ എന്തുകൊണ്ട് എടുത്തു, അത് കുട്ടനാടായിരുന്നു അതിന്റെ ഒരു പ്രിമൈസ് എന്ന് പറയുന്ന, ആ കഥയുടെ പ്രിമൈസ് എന്ന് പറയുന്നത്. ആ കുട്ടനാട് എന്ന് പറയുന്നത് ഞാൻ കേട്ട് വളർന്ന കഥ മുഴുവൻ അതാ. കഥയിനകത്ത് മുഴുവൻ കുട്ടനാടൻ കഥകളാ. അപ്പൊ കുട്ടനാട്ടിലെ രീതികള്, കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പറയുമ്പോ എങ്ങനെ ആക്കിക്കോളൂ. അവിടെ വരുമ്പോ എനർജി വരുന്നു. അതാണ് ആ കഥയെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് അത്. അങ്ങനെയൊക്കെയുള്ള കഥകൾ കേട്ട് കേട്ട് അപ്പൊ നമ്മുടെ മനസ്സിൽ ഇംപ്രിന്റ് ആയിട്ട് ഈ സാധനം കിടക്കുവാണ്. അങ്ങനെയാണ് ആ ഫ്രൈഡേ എന്ന് പറഞ്ഞ സിനിമയിലോട്ട് തന്നെ വരുന്നത്. അപ്പൊ ഈ കഥയുടെ ആളാ, അതും തള്ളുകഥ, നല്ല നരേഷൻ അല്ലേ? ഹീറോ പപ്പയുടെ ബ്രദേഴ്സ് എല്ലാം കള്ളന്മാര്. അതായിരിക്കും പപ്പയുടെ കഥ. അല്ലല്ല, അതാണ് പപ്പയുടെ കഥ. ഞങ്ങളുടെ കസിൻ ബ്രദേഴ്സിനോട് ചോദിച്ചാൽ അവര് പറയും അവരുടെ വാതില് ഹീറോ, ബാക്കി കള്ളന്മാര്. എല്ലാ കഥകൾ നടന്നതാണ്, നടന്ന കഥകളൊക്കെയാണ്. പക്ഷെ അവരവരുടെ പ്രോട്ടോകോണിസ്റ്റ് മാറും. സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരുത്തർ പറയുന്നതനുസരിച്ച് അവരെ ഫേവർ ആക്കിക്കൊണ്ട് ഇതിന് ശരിക്കും ആരാ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. കപ്പലിൽ തന്നെ ഉണ്ട്. ഓക്കെ, ചേച്ചി ഭയങ്കര എല്ലാത്തിനും ഓക്കെ, യെസ് സെറ്റ് എല്ലാം ഓക്കെ പറയുന്ന ഒരാളാണോ? എങ്ങനെയാ സാൻഡ്ര തോമസ് എന്ന് പറയുന്ന നിങ്ങളുടെ ചേച്ചി പറയും? അതാണ് ഞങ്ങള് എല്ലാ മെയിൻ ആഘോഷങ്ങളും ഇവിടെ വെക്കുന്നത്. ചേച്ചി എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്യും. നമ്മുടെ ഒരു ഗോ ടു പേഴ്സൺ ആണ് ചേച്ചിയാണ് ഫൈനൽ ഡിസിഷൻ. നമ്മുടെ ഒരു ഗോ ടു പേഴ്സൺ ആണ് ചേച്ചി. നമ്മുടെ ആ ഒരു ഇതുണ്ട്. അങ്ങനല്ല, അതിനുള്ളൊരു പേഷ്യൻസ് എനിക്കില്ല. ഇല്ല, നമ്മുടെ പിള്ളേർ ഓൾസോ വരുമ്പോൾ ചേച്ചിയുടെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ അവർ നമ്മളെ ഒരു ലിഫ്റ്റ് അപ്പ് ചെയ്യും. കുക്കുമാനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു നമ്മുടെ നക്ഷത്ര കുഞ്ഞാണ്. അത് സ്റ്റിൽ മെമ്മറി. ഞങ്ങളൊരു പാർട്ടി വെച്ചപ്പോൾ അവിടെ ഒരു 120 ആൾക്കാരുണ്ടെങ്കിൽ വീട്ടിലോട്ട് ഫ്ലോറിഡയിൽ. അവരെല്ലാവരും പറഞ്ഞു ചേച്ചി അങ്ങനെ പറഞ്ഞത്. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ് മറ്റവരെന്നെ ലിഫ്റ്റ് അപ്പ് ചെയ്യുന്നത്. അത് അങ്ങനെയാണ്. സോ നമ്മൾക്കൊരു ഗോ ടു പേഴ്സൺ ആയിട്ട് നമുക്കൊരു ബാപ്റ്റിസം വെക്കണം. ചേച്ചി എങ്ങനെയാ പ്ലാൻ ചെയ്യണ്ടേ? പുള്ളിക്കാരി ഷീ ഈസ് വെരി സ്പോർട്ടി. പറയും നമുക്ക് ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. She will never say that, you know, I am so busy. Come, let's go and let's do it. Let's do it. അങ്ങനെ പറയും. അപ്പൊ ഇപ്പൊ നിങ്ങളാണല്ലോ ഓർത്തിട്ടില്ലേ, ഇപ്പൊ നമുക്കൊരു കരുത്ത്, ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞൊരു സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഈവൻ ഹാപ്പിനെസ്സിനാണെങ്കിലും ഓവർ ഹാപ്പിനെസ് ആകുമ്പോഴും വേണം, ഓവർ വിഷമാകുമ്പോഴും തീർച്ചയായിട്ടും വേണമല്ലോ നമ്മളെ നിലനിർത്താൻ. അപ്പൊ ആലോചിച്ചിട്ടുണ്ടോ ലൈക്ക് ആ ഒരു സ്ട്രെങ്ത് ഇത് എവിടുന്നാണ് കിട്ടുന്നത്? ഞങ്ങളുടെ ഫാമിലി മൊത്തം നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ളവരാണ്. അതുകൊണ്ടൊരു കുഴപ്പമില്ല. അതാണ് അതിന്റെ ഫാക്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതാണെങ്കിൽ കുറെയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്ന മമ്മിയുടെ ഒരു അതായിരിക്കും. ആ പണ്ടൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, മമ്മി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിക്കുന്നേ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം അത് അറിഞ്ഞോ അറിയാതെയോ എന്നിലായിട്ടും വരുന്നുണ്ട്.
കാര്യം ഒരു സിറ്റുവേഷൻ വരുമ്പം കാര്യം അല്ലാത്തപ്പോഴൊക്കെ വൾണറബിൾ ആണ്, അല്ലാത്തപ്പോഴൊക്കെ ഭയങ്കര എന്താ ഞാൻ ഭയങ്കര ലോല ഹൃദയാണ്, ഇതെല്ലാം ആണ്. പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് ആവും. അത് എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമുക്കൊരു സിറ്റുവേഷൻ വന്ന് നമുക്ക് ഫേസ് ചെയ്തല്ലാതെ വേറൊരു രക്ഷയില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.